ഒരു മിനി ഡേ ഇൻ മൈ ലൈഫ് കണ്ടല്ലോ. പ്രത്യേകിച്ച് ഒന്നും എൻ്റെ ലൈഫിൽ നടക്കാറില്ല. പിന്നെ ഈ ഒരു ഡേ ഇൻ മൈ ലൈഫിന് വേണ്ടിയിട്ട് എനിക്കങ്ങനെ കാണിക്കാനും മാത്രമൊന്നുമില്ല. ശരിക്കും പറഞ്ഞ ഒരു റൊട്ടീൻ പോലെ തന്നെ എൻ്റെ വർക്ക് നടക്കാറുണ്ട്, എൻ്റെ ക്ലാസ് നടക്കാറുണ്ട്, പിന്നെ വീട്. ഈ ഒരു 3 സാധനം തന്നെയാണ് മാറി തിരിഞ്ഞ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഫ്രീ ആകുമ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് ഫ്രണ്ട്സിനെ കാണാൻ പോകും. ഇപ്പം അതും ഇല്ല. ഇപ്പം വീട്ടിലിരിക്കുക, ക്രാഫ്റ്റ് ചെയ്യുക, ഇത് തന്നെയാണ് മെയിൻ പരിപാടി. എന്താണെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. ഇപ്പം മെയിനായിട്ട് എൻ്റെ റൂം മേക്ക് ഓവർ എന്നുള്ള സാധനം എൻ്റെ തലയിൽ പിടിച്ചതുകൊണ്ട് അത് മാത്രമാണ് ഇപ്പം നടന്നുകൊണ്ടേയിരിക്കുന്നത്. പൊതുവേ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാറുണ്ട്. അതുവരെ ബാഡാണ്. പിന്നെ ഈ കഴിക്കുന്ന മാഗിയും അത്ര വല്ല ഹെൽത്തി ഒന്നുമല്ല കേട്ടോ. പിന്നെ ടൈം കിട്ടുവാണെങ്കിൽ ഞാൻ ഇതേപോലെയൊക്കെ ഉണ്ടാക്കിയാണ് ഇങ്ങനെ കഴിക്കാറുണ്ട്. ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നതിൻ്റെ ഒരു കുട്ടി ക്രാഫ്റ്റ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബോട്ടിൽ വെച്ചിട്ട് നമുക്ക് മറ്റേ പോട്ട്, അങ്ങനെ ഫ്ലവർ വേസ് എന്നല്ല, നമ്മുടെ ഒരു കുട്ടി പോട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ വാൾ ഷെൽഫിൽ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത്. അപ്പം ഇൻട്രസ്റ്റിലൊക്കെ നോക്കിയപ്പോഴത്തേക്കും പ്ലാസ്റ്റിക്കിൽ ചെയ്യാൻ പറ്റിയ ഒരു ക്യൂട്ടായിട്ടൊരു സാധനം ഞാൻ കണ്ടു. അത്ര പെർഫെക്റ്റ് ഒന്നും അല്ല, എന്നാൽ നമ്മുടെ കൈ കൊണ്ട് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമല്ലേ. കാരണം നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും നമ്മൾ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അത് നമ്മുടെ റൂമിൽ കാണുമ്പോഴല്ലേ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് ഷോക്കേസിലൊക്കെ വെക്കുമ്പോഴത്തേക്കും ഇത് ഞാൻ ഉണ്ടാക്കിയതാണല്ലോ എന്നൊരു തോട്ടും വരും. അതൊരു പ്രത്യേക നമുക്കൊരു ഹാപ്പിനെസ് ഉള്ള സാധനമാണ്. ആ ഒരു സാധനം എനിക്കുണ്ട് കേട്ടോ. ഇതിന്റെ ഫൈനൽ ലുക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ് കേട്ടോ. പിന്നെ എല്ലാ ദിവസവും ഇങ്ങനെയൊന്നുമല്ല കേട്ടോ. പിന്നെ ക്ലാസ് കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഫുൾ ബിസി ആയിരിക്കും. പിന്നെ ഇന്നെന്തോ ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് എടുത്തതാണ് കേട്ടോ. ഇനി വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഓക്കെ, ബൈ.